കേരളത്തിലെ ഉഷ്ണമേഖലാ കാലാവസ്ഥയിലും വളർന്നു ഫലം തരുന്ന പീനട്ട് ഫ്രൂട്ട് ചെടിയെ വിദേശ മലയാളികളാണ് നാട്ടിലെത്തിച്ചത്. വലിയ ഒറ്റയിലകളാണ് ഇതിനുള്ളതെങ്കിലും അധികം വലിപ്പം വെക്കാത്ത ഒന്നാണിത്. വിദേശ പഴങ്ങൾ താരങ്ങളാകുന്ന ഈ കാലത്ത് പീനട്ട് ബട്ടർ ഫ്രൂട്ടും നഴ്സറികളിൽ വിൽപ്പനയ്ക്കുണ്ട്. പീനട്ട് ബട്ടർ ഫ്രൂട്ട് മൂപ്പെത്തുന്നതിനു മുമ്പ് കറി ഉണ്ടാക്കുവാനും ഉപയോഗിക്കാം. മഞ്ഞ കലർന്ന ചുവപ്പ് നിറമുള്ള കായകൾ പഴുക്കുമ്പോൾ കടും ചുവപ്പ് നിറമായി തീരുന്നു. വിത്തുകൾ ഉപയോഗിച്ചാണ് ഇതിന്റെ പ്രജനനം. പഴുത്ത കായകളിൽ നിന്ന് ശേഖരിക്കുന്ന വിത്തുകൾ പാകി തൈകൾ ഉണ്ടാക്കാം. 1 വർഷം നന്നായി പരിചരിച്ചതിനു ശേഷമേ തൈകൾ പറിച്ചു നടാൻ പാടുള്ളൂ. കേരളത്തിലെ ഉഷ്ണമേഖലാ കാലാവസ്ഥയിലും വളർന്നു ഫലം തരുന്ന പീനട്ട് ഫ്രൂട്ട് ചെടിയെ വിദേശ മലയാളികളാണ് നാട്ടിലെത്തിച്ചത്. വലിയ ഒറ്റയിലകളാണ് ഇതിനുള്ളതെങ്കിലും അധികം വലിപ്പം വെക്കാത്ത ഒന്നാണിത്. വിദേശ പഴങ്ങൾ താരങ്ങളാകുന്ന ഈ കാലത്ത് പീനട്ട് ബട്ടർ ഫ്രൂട്ടും നഴ്സറികളിൽ വിൽപ്പനയ്ക്കുണ്ട്. പീനട്ട് ബട്ടർ ഫ്രൂട്ട് മൂപ്പെത്തുന്നതിനു മുമ്പ് കറി ഉണ്ടാക്കുവാനും ഉപയോഗിക്കാം. മഞ്ഞ കലർന്ന ചുവപ്പ് നിറമുള്ള കായകൾ